സമ്മതിച്ചിരിക്കുന്നു. പാചകരത്നം മിസ്സസ് കെ മാത്യുവിനെ വരെ കടത്തിവിട്ടിരിക്കുന്നു. ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ്. ഞാനും. കറക്റ്റ്. മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ AC അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി. ഇനിയും ചൂടുകാലം വരുമല്ലോ, അപ്പൊ തിരിച്ചു കൊണ്ടുവരും അല്ലേ? വേഷം കേട്ട് എന്നോട് കാണിക്കരുതെന്ന് പറയണം. ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് 1000 രൂപ തികച്ചും തരിക എങ്കിൽ സാരമില്ലായിരുന്നു. കാശ് ചോദിച്ചാൽ സിംഗപ്പൂരിലേതോ വലിയ കോൺട്രാക്ട് തരാം, അത് തരാം, ഇത് തരാമെന്ന് പറയും. കളിച്ചു പിടിച്ച് കോൺട്രാക്റ്റും ഇല്ല, കാശും ഇല്ല. ഞാനെന്താ മോക്ഷത്തിനായി ബിസിനസ് ചെയ്യുന്നേ? അല്ല, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് വേഗം കേട്ടോ. എടോ, ഈ കസര ഇങ്ങോട്ടേക്ക്. അപ്പോഴേ ഞങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട്. അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയെന്ന്. പെറുക്കി അടയ്ക്കടോ. എന്താണിത്? മനുഷ്യനെ പേടിപ്പിച്ച വന്നല്ലോ. ചോറണം. വേഗം ചോറ് വിളമ്പോച്ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? വേഗോട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ ആനി? എന്താണെന്ന് നിങ്ങൾ പറയില്ലേ? ആനി, നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു, കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും, നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു ചേരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു.